സ്വാഗതം. ഇന്ന് നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. മഹാദേവികാട് മേജർ വലിയകുളങ്ങര ദേവീക്ഷേത്രം. അപ്പോൾ ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഭദ്രകാളിയാണല്ലേ? വടക്കോട്ട് ദർശനം, 6 അടി ഉയരമുള്ള ദാരുവിഗ്രഹം, പിന്നെ ജലദൃഷ്ടിയാണമ്മ എന്നൊരു പ്രത്യേകത പറയുന്നുണ്ട്. അതെന്താണ്? അതായത് ദേവിയുടെ നോട്ടം അത് ക്ഷേത്രത്തിന് മുന്നിലുള്ള ആ വലിയ കുളത്തിലേക്കാണെന്നാണ് സങ്കല്പം. ഒരു ശാന്തതയുടെ, ഐശ്വര്യത്തിന്റെ ഒക്കെ പ്രതീകമായിട്ടാണ് ഭക്തരതിനെ കാണുന്നത്. ഓക്കെ, അപ്പോ ഐതിഹ്യത്തിലേക്ക് കടക്കാം. തീർച്ചയായും. ഈ ക്ഷേത്രത്തിലെ ചൈതന്യം അത് സാക്ഷാൽ കൊടുങ്ങല്ലൂർ അമ്മയുടേതാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത്. പണ്ട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഈ നാട്ടിൽ ഒരുപാട് ദുരിതങ്ങൾ ഉണ്ടായിരുന്നു. ദുർദേവതകളുടെ ശല്യം, പിന്നെ വസൂരി പോലെയുള്ള അസുഖങ്ങൾ, അങ്ങനെ. അതെ. അപ്പോ അതിനൊരു പരിഹാരമായിട്ടാണ് കൊടുങ്ങല്ലൂർ അമ്മയെ പ്രീതിപ്പെടുത്താൻ തീരുമാനിക്കുന്നത്. അന്നത്തെ ഒരു പ്രമുഖനായിരുന്ന മഞ്ഞാടിയിൽ പത്മനാഭൻ തമ്പി, അദ്ദേഹം തിരുവിതാംകൂർ രാജാവിന്റെ പടത്തലവൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറച്ചുപേർ കൊടുങ്ങല്ലൂരിൽ പോയി ഭജനമിരുന്നു. എന്നിട്ട് ദേവി പ്രസാദിച്ചോ? പ്രസാദിച്ചു. എന്നിട്ട് നാട്ടിലൊരു ആലയം പണിത് പദ്മമിട്ട് പൂജ നടത്തി ഭജനം തുടരാൻ സ്വപ്നദർശനം കൊടുത്തു. മണ്ഡലകാലം കഴിയും മുൻപ് താൻ അവിടെ എത്താമെന്നും പറഞ്ഞു. അപ്പോ അവര് തിരിച്ചു വന്ന് ഒരു ഭജനാലയം പണിതു, വലിയകുളത്തിന് വടക്ക്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അതാണ്, അവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ടല്ലോ. മുറജപത്തിന് പോകുന്ന ഒരു സന്യാസി. അതെ, തിരുവനന്തപുരത്തേക്ക് മുറജപത്തിന് പോവുകയായിരുന്ന ഒരു ബ്രാഹ്മണ സന്യാസി. അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുങ്ങല്ലൂരമ്മയെ ആവാഹിച്ച ഒരു വാളുണ്ടായിരുന്നു. ഓഹോ. അദ്ദേഹം ഈ വഴി വന്നു വലിയകുളത്തിന്റെ കരയിൽ ആ വാളും കുടയുമൊക്കെ വെച്ച് കുളിക്കാനിറങ്ങി. എന്നിട്ട് തിരിച്ചു വന്ന് വാളെടുക്കാൻ നോക്കിയപ്പോ അതവിടെ ഉറച്ചുപോയി, എടുക്കാൻ പറ്റുന്നില്ല. അതേസമയം തന്നെ വേറെ ചില കാര്യങ്ങളും സംഭവിച്ചു അല്ലേ? അതെ, അടുത്തുള്ള ആലിന്റെ ഒരു കൊമ്പൊടിഞ്ഞു വീണു. പിന്നെ ആ ഭജനാലയത്തിനടുത്തുള്ള ഒരു പനച്ചക്കാട്ടിൽ അവിടെ ഒരു ദിവ്യപ്രകാശം കണ്ടു. അപ്പോ അതാണ് ദേവിയുടെ സാന്നിധ്യം ഉറപ്പിച്ചത്. അതെ, ആ ചൈതന്യത്തെ പനച്ചക്കാട്ടിൽ നിന്ന് ആവാഹിച്ച് ആദ്യം പണിത ഭജനാലയത്തിലെ ദാരുപീഠത്തിൽ ലയിപ്പിച്ചു. പൂജ തുടങ്ങി. എന്നിട്ടാണ് ഇപ്പോഴത്തെ ക്ഷേത്രം പണിയുന്നത്. അതെ, പിന്നീട് ആ വാളുറച്ച സ്ഥലത്ത് ഇന്നത്തെ ഈ ക്ഷേത്രം പണിതു. ഇതിനൊരു തെളിവായിട്ട് പറയുന്നത് കൊടുങ്ങല്ലൂരിലെ പ്രതിഷ്ഠയും ഇവിടത്തെ ദേവിയുടെ തങ്ക അങ്കിയും തമ്മിലുള്ള രൂപസാദൃശ്യമാണ്.